നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണ് അല്ലെങ്കിൽ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്? ലവ് കണക്ഷൻ ഇന്റൻസിറ്റി ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, തുടക്കത്തിൽ തന്നെ വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത്. പക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നിരാശയോടുകൂടി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയെ പിന്നിലേക്ക് വലിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളതായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ കണ്ണ് മൂടി കെട്ടി വെച്ചതുപോലെ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിലനിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. ആ വ്യക്തിയുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ആ വ്യക്തിയുടെ കരിയറിൽ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു എന്താണ് തീവ്രമായിട്ടുള്ളൊരു പ്രശ്നം ഈ ഒരു സമയത്ത് ആ വ്യക്തി ഫേസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തി ഓരോ ടൈമിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ നല്ല വശങ്ങളിലേക്കുള്ള ഓർമ്മകളിൽ ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും തിരികെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ലവേഴ്സിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഡീപ്പ് സോൾ ബോണ്ടിങ് ആണുള്ളത്. ആ വ്യക്തി എത്രമാത്രം നിങ്ങളിൽ നിന്നും വേർപെട്ടിരുന്നാലും നിങ്ങൾക്ക് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പുറമേ നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്ത അത്രയും ആഴങ്ങളിലാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒത്തിരി wounded ആണ് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് പോലും. എന്നിട്ടും ഈ ഒരു സിറ്റുവേഷനിലും ആ വ്യക്തി ഈ ഒരു സാഹചര്യം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എത്രമാത്രം സിറ്റുവേഷൻസ് ആ വ്യക്തിയെ പിന്നിലേക്ക് നിങ്ങളിൽ നിന്നും അകറ്റിയാൽ കൂടെയും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയില്ല. അത്രമാത്രം ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് ആ വ്യക്തിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ വ്യക്തി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു അവസരം ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് ഓടി എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും. മേ ബി ഇത് കുറച്ച് പേർക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം കാണാൻ കഴിയാത്ത അത്രയും അകലങ്ങളിലോ അത്തരം ഒരു സാഹചര്യങ്ങളിലോ ആയിരിക്കാം. അത്രമാത്രം ഒരു നിങ്ങളെ കാണാൻ കഴിയാത്തതിലുള്ളൊരു വിഷമം ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാസ്റ്റർ കാർഡ് 8 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ വ്യക്തി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി വളരെ ശക്തമായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആ വ്യക്തി മനസ്സാലെ നടത്തുന്നതായിട്ടും ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ തിരികെ വരണം എന്ന് ആ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെഡിറ്റേഷൻ. ആ വ്യക്തി ഇപ്പോൾ മെന്റലി ഒരുപാട് അപ്സെറ്റ് ആണ്. മേ ബി ആ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ ഒരു സമയത്ത്
മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത്രമാത്രം മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. നിങ്ങളില്ലാത്തൊരു സിറ്റുവേഷൻ ആ വ്യക്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത്. ഓക്കെ, ആ വ്യക്തി ഈ ഒരു സമയത്ത് പോലും നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേ ബി ഇത് കുറച്ച് പേര് സിംഗിൾസ് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. എങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പേഴ്സൺ വളരെയധികം അവരെ ആഗ്രഹിക്കുന്നതായിട്ടും അവര് നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോടുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു സ്നേഹമാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തി വളരെ ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. യെസ്, റൊമാൻറ്റിക് ഫീലിങ്സ്. ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫാക്ച്വേഷൻ ആണ് വ്യക്തിക്ക് ഈ സമയത്ത്. അവേക്കനിങ്, യെസ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് മേ ബി അത് യൂണിവേഴ്സൽ ഡിസിഷൻ ആയിരിക്കാം. ഓക്കെ, റീച്ചിങ് ഔട്ട്. അതെ, ആ വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചെത്തണം, അല്ലെങ്കിൽ നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള പ്രണയം തുറന്നു പറയണം എന്ന് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. വളരെ ലോയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് നിരാശനാണ്. ഓക്കെ, നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും ആ വ്യക്തിക്ക് ഈ ഒരു സമയത്തായിരുന്നാലും ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരുന്നാൽ പോലും നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കാര്യമാണ്. യെസ്, അഡിക്റ്റഡ്. ആ വ്യക്തി നിങ്ങളോട് വളരെയധികം അഡിക്റ്റഡ് ആണ്. ആ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സിറ്റുവേഷൻ ആ വ്യക്തി ചിലപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ പോലും ആ വ്യക്തിക്ക് തരണം ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അത്രമാത്രം നിങ്ങളിൽ ആ വ്യക്തി അഡിക്റ്റഡ് ആണ്. അത്രമാത്രം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. യെസ്, അട്രാക്ഷൻ. അത്രമാത്രം അട്രാക്ഷനാണ് നിങ്ങളോട് ആ വ്യക്തിക്കുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് നടന്നു കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ ആ വ്യക്തിക്ക് ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. മേ ബി ആ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. കുറച്ച് പേർക്കെങ്കിലും ഒരു ഫാമിലി ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. മേ ബി ഒരു വ്യക്തി ഒരു ഫാമിലി ഉള്ള വ്യക്തിയായിരിക്കാം, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്.